ഒന്ന് ഫോൺ എടുത്തതാ, പക്ഷേ സമയം പോയതറിഞ്ഞില്ല. നമ്മളിൽ പലരുടെയും അവസ്ഥയാണിത്. പക്ഷേ ഈ വെറുതെയുള്ള സ്ക്രോളിംഗ് നിങ്ങളുടെ തലച്ചോറിനെ അഴുകിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം മനുഷ്യ മസ്തിഷ്കത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് പ്രശസ്ത ലൈഫ് സ്റ്റൈൽ മെഡിസിൻ പ്രാക്ടീഷണറായ ലൂക്ക് കൗട്ടിന്യോ മുന്നറിയിപ്പ് നൽകുന്നു. 50 വയസ്സുകാരനായ ഒരു രോഗിയിൽ ബ്രെയിൻ റോട്ട് ലക്ഷണങ്ങൾ കണ്ടതായും ഇത് അകാല അൽഷിമേഴ്സിലേക്ക് നയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. ദിവസവും 2 മുതൽ 4 മണിക്കൂർ വരെ റീലുകളിൽ ചെലവഴിക്കുന്നത് തലച്ചോറിലെ ഡോപ്പമിൻ അളവിൽ മാറ്റം വരുത്തുന്നു. ഇത് ഉറക്കമില്ലായ്മയിലേക്കും ജങ്ക് ഫുഡ് ആസക്തിയിലേക്കും അതുവഴി തലച്ചോറിലെ വാർദ്ധക്യത്തിലേക്കും നയിക്കുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയും അൽഷിമേഴ്സും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടോ എന്ന് ന്യൂറോളജി വിദഗ്ധർ വിലയിരുത്തിയിരുന്നു. ഫോർട്ടിസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ വിനീത് ബംഗയുടെ അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയ അൽഷിമേഴ്സിന് കാരണമാകുമെന്ന് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ സ്ക്രീനുകളുടെ അമിത ഉപയോഗം താൽക്കാലികമായ ഓർമ്മക്കുറവിനും മാനസിക ക്ഷീണത്തിനും കാരണമാകും. സോഷ്യൽ മീഡിയ നേരിട്ട് രോഗമുണ്ടാക്കുന്നില്ലെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമാണ്. രാത്രിയിലെ സ്ക്രോളിംഗ് ഉറക്കമില്ലായ്മയുടെ സാധ്യത 59% വർദ്ധിപ്പിക്കുന്നു. ഇത് വൈജ്ഞാനിക ശേഷിയെ തളർത്തുകയും ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥ ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഡിജിറ്റൽ ഡീടോക്സ് ആണ് ഏക വഴി. അതായത് രാത്രി 9 മണിക്ക് ശേഷം ഫോൺ ഒഴിവാക്കുക. സ്ക്രോളിങ്ങിന് പകരം പുസ്തകം വായിക്കുകയോ നടക്കാൻ പോവുകയോ ചെയ്യുക. വാരാന്ത്യങ്ങളിൽ ഫോൺ ഉപയോഗം പരിമിതപ്പെടുത്തുക. നല്ല ഉറക്കവും കൃത്യമായ വ്യായാമവും സാമൂഹിക ഇടപെടലുകളും വഴി തലച്ചോറിന്റെ ആരോഗ്യം തിരിച്ചുപിടിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.